എന്നർത്ഥത്തിലാണ്, അല്ലാതെ വിളിച്ചു തേടപ്പെടുന്ന ആള് എന്ന അർത്ഥത്തിനെ അല്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാനുണ്ട്. പിന്നെ റസൂലുള്ള മാത്രമാണ് എന്നില്ല, എല്ലാവരെയും വിളിച്ചു തേടേണ്ട ആളുകളാണെന്ന് ഏതൊരാളുടെ പേരിൽ നേതാവ് സയ്യിദ് എഴുതിയാൽ അയാളെ വിളിച്ചു തേടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ പ്രവാചകന്റെ പേര് അഥവാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, പിന്നെ സയ്യിദൻ വ ഹസൂറൻ വ നബിയൻ. ഒരു പ്രവാചകനെ കുറിച്ച് സയ്യിദ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. പണ്ഡിതന്മാര് മുഴുവനും ആ സയ്യിദിന് അർത്ഥം കൊടുത്ത് വിശദീകരിച്ചത് എന്താണ്? ആ പണ്ഡിതന്മാര് മുഴുവൻ പറഞ്ഞതും ഈ പറയപ്പെടുന്ന ഒരു ആശയത്തിനല്ല. ആ പ്രവാചകനെ കുറിച്ച് സയ്യിദ് എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ നേതാവിനെ നയിക്കുന്ന ആള് എന്നർത്ഥത്തിനാണ്. അങ്ങനെയാണ് എല്ലാവരും അത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ പറഞ്ഞ അന സയ്യിദു വലദി ആദം എന്ന വിഷയം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അന സയ്യിദു വലദി ആദം. പ്രവാചകൻ സല്ലല്ലാഹു സ്വഹാബി വര്യന്മാർ അപ്രകാരം അത് മനസ്സിലാക്കിയിരുന്നില്ല. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സ്വഹീഹ് മുസ്ലിമിലും അതുപോലെ തന്നെ ഇമാം സുയൂത്തിയും ഒക്കെ ആ വിഷയം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് സയ്യിദ് വലദി ആദം എന്ന് പറഞ്ഞാൽ അതിൽ തെളിവില്ല. അപ്പൊ ചോദ്യത്തിന് മറുപടി കൃത്യമായി പറയാം. സഹോദരങ്ങളെ, ഏതൊക്കെ പറഞ്ഞ സയ്യിദിന് ഒരുപാട് അർത്ഥമുണ്ട്. എല്ലാവർക്കും വെച്ചെടുത്തോ, എല്ലാവർക്കും ശരിയാണ്. നേതാവുമാണ്, ഞങ്ങളെ അഭയ കേന്ദ്രവുമാണ് സയ്യിദിനാ റസൂലുള്ളാഹി. ഈ സ്വഹാബത്തിനോട് തേടണോ? തേടിക്കങ്ങായി. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. തേടിക്കോളൂ, തേടിപ്പിക്കും നിങ്ങളെ കൊണ്ട് ഞങ്ങള്. പിന്നെ ഫദ്ഉനിക്ക് മറുപടി കിട്ടിയിട്ടില്ല, അത് തൊടാൻ തന്നെ മൂപ്പരില്ല. നിങ്ങൾക്ക് കടം വന്നാൽ, നിങ്ങൾക്ക് വിഷമം വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ. അല്ലാഹു പറഞ്ഞതോ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ വിഷമഘട്ടത്തിൽ സഹായിക്കാനുള്ള ആളാണ്. പിന്നെ ചില ആളുകൾ പറഞ്ഞതല്ല, ഇത് ഖാലിയാദിന്റെ ശിഫാഅ്. അതിലതാ അവിടെ നിന്ന് പറയുന്നു ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവായിബി വശദായിദ്. അതേ നബി തങ്ങൾ വിഷമഘട്ടത്തിൽ നമുക്ക് സഹായിക്കാനുള്ള ആള് തന്നെ. പിന്നെ അത് വഫാത്തിന് ശേഷം ഉൽദുവാദ് എന്ന് പറഞ്ഞാൽ നബിന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ. അല സയ്യിദ് ഉൽദിയാദോ, നിങ്ങളൊന്നും ആദ്യ നബിന്റെ മക്കളല്ലേ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നേരത്തെ പറഞ്ഞു കുല്ലു മൂമിൻ, എല്ലാ മൂമിൻ. അപ്പൊ ഞങ്ങളൊക്കെ മൂമിനാണ് പെടും. ഞങ്ങൾ ആദം നബിന്റെ മക്കളാ. നിങ്ങൾ ഡാർവിൻ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആദം നബിയുടെ മക്കളാ. ആദം നബിയുടെ മക്കളോ അതല്ലേ? അന സയ്യിദ് ഉൽദിയാദും. ആദം സന്തതികളെ മുഴുവനും നേതാവാണ്. അതിലെല്ലാ കാലത്തുള്ള ആദമിന്റെ മക്കളും പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ തേടുന്നത് യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി. എന്ത് പറയാനുണ്ട്? എങ്ങനെയുണ്ട് സംവാദം? ഉസാറായില്ലേ? അതാ നിങ്ങളൊന്ന് നേരെ കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു. കിട്ടി അടിച്ചു 100 ഗോള്. മിണ്ടിപ്പോകരുതിന്. ആ ധൈര്യമില്ല നിങ്ങൾക്ക്. ഏകപക്ഷീയ ആക്രമണം. അങ്ങനെ ആയത്ത് ഹദീസ് സംഭവം ഇൻകിതാബ് വിട്ടില്ലേ? എവിടെ ഇൻകിതാബ്? ഞങ്ങൾ ഓതി പഠിച്ചിട്ട് സക്കരിയാവലേ പറഞ്ഞില്ലേ, സുന്നികളായിട്ട് കളിക്കാൻ പോകണ്ട, അവര് കിതാബ് ഓതി പഠിച്ചവരാണ്. ആ ഇൻകിതാബ് പറഞ്ഞാൽ ചെന്നാലേ കളിയാണ് മാറും. ആ കളിഞ്ചിരൊക്കെ സ്റ്റേജിലേ നടക്കുള്ളൂ, അത് ഞങ്ങളെ മുന്നിൽ നടക്കൂല. എന്താ മനസ്സിലാക്കിയത്? ആ എത്തും ഹദീസും നിങ്ങൾ ഉദ്ധരിച്ചു. ഈ സയ്യിദിന് കുറെ അർത്ഥമുണ്ട്. കൊടുത്തോ എല്ലാത്തും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഈ പാടില്ല നിങ്ങളെ വാദം. അപ്പല്ലേ നിങ്ങളെ തെളിവാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞ എന്താ? ജീവിച്ചിരിക്കുന്ന അടുത്ത് പോകാം. റസൂലുള്ളാഹിന്റെ അടുത്തും പോകാം. അതാണ് ഫദൂനി. എന്നെ വിളിച്ചോന്ന് പറഞ്ഞു. എന്നെ രണ്ടും ചെയ്യാ. ഒന്നും നിർബന്ധാണല്ലേ കൈ പറഞ്ഞു, രണ്ടും ചെയ്യാ. സിദ്ദീഖ് നിങ്ങളുടെ അടുത്ത് പോകാം. അതേ സമയത്ത് എന്നോട് അത് വേറെ ഹദീസിൽ പറഞ്ഞു ഫദൂനി, എന്നെ വിളിച്ചോ. എല്ലാ മുഅ്മിനോടും രണ്ടും ചെയ്യാം. ഇതൊക്കെ തട്ടിപ്പല്ല ഈ ചങ്ങാതിമാരെ. ഇത് പറയാ സിദ്ദീഖ് നിങ്ങളുടെ അടുത്ത് പോകാൻ പറ്റൂ, പോകാൻ പറഞ്ഞുകൊണ്ട് ഇത് ശിർക്കാണ്. മൂപ്പരെ കണ്ടെത്തിന് നോക്കി നിങ്ങള്. സിദ്ദീഖ് നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ പോകേണ്ടത്? അതോടൊപ്പം തന്നെ റസൂല് പറഞ്ഞു എന്റെ അടുത്തും വരാം, രണ്ടാളടുത്തും പോവാ, ഭൗതി എല്ലാം ചെയ്യാം. അതാ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒന്ന് ശിർക്കാക്കി, അപ്പോഴാ നിങ്ങൾക്ക് പ്രശ്നമായത്. അതുകൊണ്ട് ആയത്ത് ഹദീസ് സംഭവങ്ങൾ ഉദ്ധരിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഫദ്ഉനി, എന്നെ വിളിച്ചു. ത്വഹ റസൂലുള്ളാഹി. കാര്യകാരണ ബന്ധം പൊളിഞ്ഞു ചാടി. ആ ചോദ്യം അവിടെ നിൽക്കുന്നു. ഞങ്ങളൊരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. പറഞ്ഞു നോക്കിയാലും ശരിയില്ല. ആകെപ്പെട്ട് നിങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടിയും പറഞ്ഞു.
ഉത്തരം പറഞ്ഞില്ല എന്ന് പറയും. ഞാൻ ചോദിക്കുന്ന അവസരാശനി അത് പറഞ്ഞിക്കണ. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ചോദ്യമാണ് എന്റത്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന സ്ത്രീ എന്താ പറഞ്ഞത്? നബിയെ, നിങ്ങൾ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിക്കോ. ആ കാര്യം സാധിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോകാനാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? പൊളിഞ്ഞില്ലേ നിങ്ങളെല്ലാം? നിങ്ങളെ സംഗതി മൊത്തം പൊളിഞ്ഞില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോകാൻ പറഞ്ഞോടുകൂടി എന്താ പറഞ്ഞ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് അബൂബക്കർ പോകാം, പിന്നെയും പോകാം. ഏത് സഹാബിയാ അത് ചെയ്തത്? നിങ്ങൾ പറഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞു, എന്നെ വിളിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നമുക്കറിയാം ആ വിഷയം. അതിനാണ് ഹദീസ് പറഞ്ഞത്. പ്രവാചകന്റെ ജീവിതകാലത്ത് സഹാബികൾ നേതാവിന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയും. സ്വാഭാവികമാണ്, നേതാവിന്റെ അടുത്ത് വന്ന് വർത്തമാനം പറയും, ശരിയാണ്. നേതാവിനോട് കാര്യങ്ങൾ ചോദിക്കും, ശരിയാണ്. മരിച്ച ശേഷം ഞാൻ എന്ത് ചെയ്യണം? നബിയെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിക്കോ, നിന്റെ കാര്യം ശരിയാക്കാൻ, നിനക്ക് കാര്യം പറയാൻ. എന്തുകൊണ്ട് റസൂൽ അത് പറഞ്ഞു? എന്താ? അപ്പോ റസൂലുള്ളാഹിന്റെ അടുത്തും പോകാം, അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തും പോകാം എന്ന് പറയാനാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടേ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അതേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയാൽ മതി എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിട്ടിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ മുതലേ പറഞ്ഞു ഞങ്ങൾ വിട്ടിട്ടില്ല. പിന്നെ നാട്ടിൽ കണ്ടുപോകരുതെന്ന് വീണ്ടും വെല്ലുവിളിക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാവിടെ. പിന്നെ സക്കരിയ വരാതിരുന്നത് അതുകൊണ്ടാണ് എന്ന്. കാര്യം തിരിയാതെ എന്തെങ്കിലും പൊട്ടത്തിൽ വിളിച്ചു പറയില്ല. എന്താ സംഗതി മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? നിങ്ങളെ ഒക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തയ്യാറാണ്. നാട്ടിൽ ഒരുങ്ങുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നാട്ടിൽ അതുപോലെ തന്നെ പണ്ഡിതന്മാർ സക്കരിയ സ്വലാഹി നിങ്ങൾക്കെതിരെ തന്നെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അത് കൃത്യമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അത് കൃത്യമായി പറയുന്നു. ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും. സഹാബികൾ ആരാ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സാരിമുൽ മുൻകിയിൽ അതാ ഇബ്നു അബ്ദുൽ ഹാദി തങ്ങൾ ചോദിച്ചു, എവിടെ ഏത് സഹാബിയാ ചെയ്തത്? നിങ്ങൾ പറഞ്ഞല്ലോ സഹാബികൾ. എവിടെ സഹാബിമാർ ആര് ചെയ്തു? പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മു കുൽസൂമിന്റെ സംഭവം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അത് ഞങ്ങൾ വിട്ടു. ഇല്ല, വിട്ടിട്ടില്ല. ആ സംഭവം ഉദ്ധരിക്കുന്ന ആള്, ആ സംഭവത്തിൽ ഉദ്ധരിച്ച ആള് അദ്ദേഹം റളിയല്ലാഹുവിനെ കണ്ടിട്ടില്ല. ആ സംഭവത്തിൽ, അതുകൊണ്ടാണ് ആ സംഭവം പറഞ്ഞത് ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. ആ വിഷയം പിന്നീട് ഞാൻ പറഞ്ഞത് വേണ്ടിയിട്ടില്ല. എന്താ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്? നിങ്ങൾ ഉത്തരം പറയലാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞു പരുക്കനാണ് എന്ന് പറയും. ജീവിതത്തിന്റെ കർശന നിലപാടുകളാണ് എങ്കിൽ എന്റെ മേൽ ദുനിയാവ് ചൊരിഞ്ഞു തരുന്ന യുവാവിനെയാണെന്ന് പറഞ്ഞല്ലോ. എന്തേ മറുപടി പറഞ്ഞില്ല? നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സംഗതി വിഷയം വളരെ കൃത്യമാണ്. ചോദ്യങ്ങൾ ഓരോന്ന് 3 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഇപ്പോൾ അതിന് മറുപടി പറയും. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഇതിന് മനസ്സിലായ കാര്യം താരങ്ങള് 2 കാര്യം മനസ്സിലായി. റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഒരാവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ആരെടുത്ത് പോവാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവാ. ഞങ്ങൾ എതിരാന്ന് ഞങ്ങൾ പറയുമ്പോഴേ ഞങ്ങൾക്ക് ധരിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്തും ചെയ്യാം. ഫദ്ഊനി എന്നെ നിങ്ങൾ വിളിച്ചോ. ത്വഹ റസൂലുള്ളാഹി. അത് രണ്ടും പറഞ്ഞത് ആരാണ്? സുമതങ്ങളാണ്. അപ്പൊ രണ്ടും ചെയ്തോ. സിദ്ദീഖ് തങ്ങൾ എടുത്ത് പോവാ, മമ്പർ നിങ്ങൾ എടുത്ത് ഒരാൾ ചെന്നാല് ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാവില്ല, ഞാൻ മരിച്ചാൽ നിങ്ങള് പിന്നെ അപ്പുറത്തെ വേറൊരു തങ്ങൾ എടുത്ത് പോയി കൂടി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എടുത്ത് പോവാം. മമ്പർ നിങ്ങൾ എടുത്ത് വരികയാണെങ്കിൽ അവൻ വരാം. രണ്ടും ചെയ്യാൻ. ഒന്നേ ചെയ്യാവുന്ന ഞങ്ങൾക്ക് വാദല്ല. ഇനി ആ പോയത്തും പറഞ്ഞെടുക്കരുത് നിങ്ങള്. പിന്നെ ഇനി കേൾക്കണോ നിങ്ങൾക്ക്? സ്വഹാബികൾ മാത്രമല്ല, താബിഈങ്ങളും അത് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഞാൻ പറഞ്ഞല്ലോ, ഹദീസ് മറക്കണ്ട. ഏത് ഹദീസ്? നിങ്ങൾ കടക്കണിയിൽപ്പെട്ടാൽ, നിങ്ങൾ ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് കുറെ കടണ്ട്, വീട്ടാൻ കഴിയൂല, എന്നാൽ എന്റെ അടുത്ത് വന്നോ. കേട്ടോ നിങ്ങൾ സംഭവം? ഇത് സ്വഹാബികളും താബിഈങ്ങളും ഒക്കെ വഫാത്തിന് ശേഷം പോയിട്ടുണ്ട്. താബിഈങ്ങളുടെ നേതാവായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ അതാ പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. അവിടത്തേക്ക് അതാ കടം കൊടുക്കുന്ന ഒരാള് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. അയാൾ വന്നപ്പോ പൈസ കൊടുക്കാനില്ല. എങ്ങോട്ടാ പോയത്? അള്ളാന്റെ റസൂലിന്റെ ഖബറിനെടുത്തിട്ട് പോയിട്ട് തപയം തേടിയാണ്. പറയാണ് എന്ത്? എന്റെ കടം വീടണം. കേട്ടോ? അപ്പൊ എന്തുണ്ടായി?
സഹായം തേടി ഇങ്ങനെ ഇരുട്ടത്ത് വരുമ്പോ ഒരാൾ ഇങ്ങനെ വന്നു, ദൂനക്കയാ മുഹമ്മദ്, പിടിച്ചോ എന്ന് പറഞ്ഞു. കൈ അങ്ങ് നീട്ടി 80 ദീനാർ കറക്റ്റ് ആയിട്ട് കൊടുത്തു. ആരാ രേഖപ്പെടുത്തിയത്? മുജാബുദ് ദഅവ എന്ന ഗ്രന്ഥം ഇമാം ഹാഫിദ് അബൂബക്കർ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു ഉബൈദ് ഇബ്നു അബിദ്ദുനിയ പഠിച്ചോ. ഹിജ്റ 200 ജീവിച്ച പണ്ഡിതനാ. അപ്പോ കടം വീട്ടാനും ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഹാബികളും താബീങ്ങളും എല്ലാവരും പോയി. ഇൻകിത്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടായില്ല. അതിന് ഉസൂലിന്റെ കിതാബ് തരിക്ക് ഒരു സംഭവത്തിൽ 3 ആളുണ്ടെങ്കിൽ ഒരാളെ കാണാതെ ആയാൽ ഇൻകിത്താബ് വരും. അതെവിടെ ഉള്ളത്? അത് കൊണ്ടുപോവാ. അതിപ്പോ 3 ആൾക്കും പറഞ്ഞു കൊടുക്കാലോ. ബീവിക്ക് പറയാ ഇവരോട് ഇങ്ങനെ സംഭവം ഉണ്ടായി, അപ്പൊ നേരെ കേട്ടുന്നായി. അത് ആർക്കും കേൾക്കാം. ആയിഷ ബീവി പറഞ്ഞു കൊടുത്താൽ അവർക്ക് കേൾക്കാം. ഉമർ തങ്ങൾ എന്നെ പറയണമെന്നുണ്ടോ? ഇൻകിത്താ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഏതോ ഒരു ഇൻകിത്താ കേട്ടിട്ടുണ്ടായി, എന്താന്ന് തിരിച്ചിട്ടില്ല. അതാ എന്തിനായി കയ്യാത്ത പണിക്ക് നിൽക്കുന്നത്? അതാ പറയുന്നത്. പിന്നെ പറഞ്ഞ ഞാൻ ഒരുങ്ങാണ്. ഉപ്പങ്ങൾ ഒരുങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. ഉപരി ഒരുങ്ങണേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരുങ്ങി, ബാക്കി ഞങ്ങൾ അപ്പൊ ഒരുങ്ങി തരാം. ഒന്ന് ഒരുങ്ങിയ കോലാളപ്പ കണ്ടേ. അപ്പൊ ഞങ്ങൾ ആയത്ത് പറഞ്ഞ് ഹദീസ് പറഞ്ഞ് തെളിവ് പറഞ്ഞ് ഇനി ഒരു തെളിവും കൂടി പിടിച്ചോ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾക്ക് 80 ദീനാറിന്റെ ആവശ്യം വന്നപ്പോ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ചോദിച്ചു, കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ രേഖപ്പെടുത്തിയത്? ഇതാ ഇബ്നു അബിദ്ദുനിയയുടെ മുജാബുദ് ദഅവ എന്ന കിതാബ്. ചോദിക്കട്ടെ, ഇത് ശിർക്ക് പറയുന്ന കിതാബാ? യാ ഇബാദത്ത് എന്തുകൊണ്ട് ശിർക്കല്ലാതെയായി? അത് ഇമാമികൾ എഴുതി വെച്ചത് കൊണ്ട്. ഇബ്നു അബിദ്ദുനിയ ശിർക്ക് എഴുതി വെച്ച കിതാബാണോ? പറയണം, നിങ്ങൾ പറയണം. ഇത് ശിർക്ക് പറയുന്ന കിതാബാണോ? ഇതിൽ അങ്ങനെയല്ലേ നിങ്ങൾക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, താബിഈങ്ങളും സ്വഹാബത്ത്, അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഊനി, എന്നെ വിളിച്ചോ ഞാൻ തരാം. ഫദ്ഊനി അസ്തജിബു ലക്കും, അല്ലാഹുവോട് എന്നെ വിളിച്ചോ. ഇത് ഹബീബ് റസൂലുള്ളാഹി പറയുന്നത്, എന്നെ വിളിച്ചോ ഞാൻ തരാം. അത് ജീവിതകാലത്തും തരും. ജീവിതകാലത്തിന് ശേഷം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ കടം വന്നപ്പോ ചോദിച്ചു, കിട്ടി, രേഖപ്പെടുത്തി. അപ്പൊ എല്ലാ കാലത്തും ഓക്കെ ഇനി പിരിച്ചുവിടണം ആ വഹാബിസം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ? കാര്യകാരണം എന്താ? ഏതായാലും പൊളിഞ്ഞു കിടക്കുകയാണ്. ജിന്നിന് തൊട്ടിട്ടില്ല. കാര്യകാരണമെന്തോ പൊളിഞ്ഞിട്ടില്ല. ജിന്നിനെ തൊടുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ അത് വിശദീകരിച്ച് തന്നതാണ്. വ്യക്തമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. അത് മനസ്സിലായില്ല. അത് എന്തോ കേട്ട് എന്തോ പറയാന്നാണ് ഞാൻ പറയാം. അവിടെ പണ്ഡിതന്മാര് റെഡിയാകുന്നു, സംവാദം റെഡിയാകുന്നുണ്ട്, കാണാം നമുക്കെന്നാ ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ ഇപ്പൊ ഒരുങ്ങാതെ വന്ന് പിന്നെ ഒരുങ്ങിന്നല്ല. അതും മനസ്സിലായില്ലേ? അതാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾക്ക് അത് തിരിഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി പറഞ്ഞോ, എന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്ന്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വന്നോളൂ എന്ന് പറഞ്ഞതുണ്ടോ? ചോദിച്ചില്ല. സ്വഹാബികൾ വഫാത്തിന് ശേഷം ചെയ്തോ? മുഹമ്മദ് മുൻകദിറിന്റെ സംഭവം ഇപ്പൊ ഉദ്ധരിച്ചത്. നേരത്തെ പറഞ്ഞ ഇൻഖിതാഇന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതിലെന്താ പറഞ്ഞ? ആയിഷ ബീവി കണ്ടു, മറ്റേ ആള് കണ്ടു. അതൊന്നും ഇവിടെ വിഷയമല്ല. ആ സംഭവം ഉദ്ധരിച്ച ആരാണ് ഉദ്ധരിച്ചത്? ആ ഉദ്ധരിച്ച ആളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആ ഉദ്ധരിച്ച ആളുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികൾ തേടിയോ? സ്വഹാബികൾ ഇത് കേട്ട് മനസ്സിലാക്കിയോ? ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന സ്ത്രീ തിരിച്ചു പോകുമ്പോൾ അത് അങ്ങനെ അങ്ങനെ തന്നെ പിന്നെ അമ്പറം തങ്ങൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളത്ത് പോയിക്കോളിന്ന് പറയണ മാതിരി അല്ല. അള്ളാന്റെ റസൂൽ എന്ത് പറയണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്നെ വിളിച്ച് തേടിക്കോളൂ എന്നല്ലേ? അല്ല, മരണശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പോകുക അബൂബക്കർ സിദ്ദീഖ് അല്ലാഹ്, കാരണം അദ്ദേഹമാണ് അന്ന് ജീവിച്ചിരിക്കുന്നയാള്. ആ നേതാവിന്റെ അടുത്തേക്ക് പോയിക്കോണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. മരണപ്പെട്ട് കിടക്കുന്ന എന്റെ ഖബറിന്റെ അടുത്ത് വരണമെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാര് പറഞ്ഞ ഒരു സ്വഹാബി വരൻ. ആ സ്വഹാബിമാർ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിച്ചു എന്ന് തെളിയിക്കാൻ, സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇനി ഞാൻ പറയട്ടെ, ഇന്നമാ വലിക്കുമുള്ള അവിടെ കിടക്കുന്നത്, ഇന്നമാ വലിക്കുമുള്ള അവിടെ കിടക്കുന്നത്, അവിടെ കിടക്കുള്ളൂ. അത് തെളിവായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. അതിന്റെ കൃത്യമായ ആ ആയത്ത് അവതരിക്കാനുള്ള കാര്യം പോലും യഹൂദികളുടെ അടുത്ത് കിടക്കുന്ന മഹാനായ
അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതേ യഹൂദികളുടെ അടുത്താണ് ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമൊന്നുമില്ല, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും നബിയെ? അപ്പൊ റസൂലുള്ളാഹി പറയാണ്, അതിന്റെ മുമ്പത്തെ ആയത്ത് കൂടെ വായിച്ചൊക്കെ ശരിയാകും. അപ്പൊ മുമ്പ് സഹാബികളൊക്കെ ജൂതന്മാരെ വിളിച്ചു തേടിയിരുന്നു. ഈ ആയത്തിറങ്ങിയതോടുകൂടി ഇപ്പൊ റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും മുഅ്മിനീങ്ങളെയും വിളിച്ചു തേടിയാൽ മതി എന്നാണോ അർത്ഥം പറയാ? അല്ല. അപ്പൊ ആ വിഷയമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങളുടെ ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. എവിടെ സഹാബികൾ തേടിയത്? സഹാബികൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് വിളിച്ചത് അവർക്ക് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായി, വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉത്തരം കൃത്യമാക്കുക. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് ആ പോയത്തും പറയാത്തത്? ഇന്നമാവലിക്കുമുള്ള നമ്മൾ പറയുമ്പോ സാധാരണ ഒരു പോയത്തും കൂടി വരലുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു. ഹക്കീം ഉസ്താദ് ചോദിച്ചു, എന്താ ഇപ്പൊ അത് പറയാത്തത്? ഞാൻ പറഞ്ഞു, പൊട്ടന്മാരല്ലേ വരുന്നുണ്ടാവും. ഏത് അവതരണ പശ്ചാത്തലം അത് ഇൻകരെ പറയുന്നു. കാരണം എന്താ അറിയോ? നിങ്ങൾ ഖുർആനെ കുറിച്ച് ബാലപാഠം പഠിച്ചിട്ടില്ല. പഠിച്ചോ അന്നൽ ഇബ്റത ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. റാസി ഇമാം 40 വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞോ? ഒരായത്തിന്റെ ഹുക്മ് പറയേണ്ടത് ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മാത്രം നോക്കിയിട്ടല്ല, പിന്നെയോ ബിഉമൂമിൽ ലഫ്ളി, ലഫ്ള് എവിടേക്കൊക്കെ പോകും അവിടേക്ക് ആ ഹുക്മ് ബാധകമാണ്. അതാണ് ഇന്നമാ വലിയക്കും നാളിൽ റാസി ഇമാം പറഞ്ഞത്. യാ ഹാഫിദുകുമുല്ലാഹ്, നിങ്ങളെ കാക്കേണ്ടവർ, നിങ്ങളുടെ കാവൽക്കാർ അല്ലാഹുവാണ്. വാക്ക് പോലും നോക്ക് നിങ്ങൾ, ഹാഫിദുക്കും, നിങ്ങളെ കാക്കാനുള്ളവർ. പതിരീങ്ങളെ കാക്കണേ. ഹാഫിദുക്കും, നിങ്ങളെ സംരക്ഷിക്കാനുള്ളവർ. അവതരണ പശ്ചാത്തലം മാത്രം നോക്കിയല്ല ആയത്ത് മനസ്സിലാക്കുക. അത് ആയത്തിനെ കുറിച്ച് പഠിക്കാഞ്ഞിട്ടാണ്. അവതരണ പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിൽക്കൂല ആയത്ത്. പഠിച്ചോ? അതാ സക്കരിയ ഈ പറയുന്നത്. ഉസൂലൊക്കെ പഠിച്ചവരെടുത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകേണ്ടിയിരുന്നു. ഞങ്ങളെ ഉസ്താദുമാർ, അന്നിരായ എ.പി. ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, താജുൽ ഉലമ സയ്യിദ് അവറുകൾ, അന്നിരായ സുലൈമാൻ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് വിട്ടത് എന്ന ബോധം നിങ്ങൾക്ക് വേണം. അതാ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ എന്തേ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള് താബിയല്ലേ, കടം വന്നപ്പോ എങ്ങോട്ടാ പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിലേക്ക്. നബിയേ, എനിക്ക് കടമുണ്ട്. ആരോട്? വഫാത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഇരുട്ടത്ത് ഒരാൾ വന്നിട്ട് 50 ദീനാർ അങ്ങ് കൊടുത്തു. ഇതറ 200 എഴുതിയ ഗ്രന്ഥാണത്. കുറച്ച് വേർക്കുങ്ങള്, ആ എളുപ്പമുള്ള പണിയൊന്നും നടക്കരുത്. സമ്പാദ ചായ കുടിക്കാച്ചിട്ട് പോകുന്നതാ. ഇത് സമ്പാദ നേരിട്ടാണിത്, മനസ്സിലായോ? നേർക്ക് നേരാ. പഠിച്ചു വെച്ചോളൂ അത്. അപ്പൊ എന്തായി? ഇന്നലെ ഇപ്പോഴും ചോദിക്കാണേ, അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകാൻ പറഞ്ഞില്ലേ? പോകാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞോ? അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോവാ, അതിലാക്കവിടെ തർക്കം. ആയത്തേക്ക് പോവാ, ഹബീബായ റസൂലുള്ളാഹി ഈ ഹദീസ് പറഞ്ഞില്ല എന്ന് പറയണ്ട. നബി പറയാണ്, നിങ്ങൾ കടക്കണിയിൽപ്പെട്ടാൽ, നിങ്ങൾ ബുദ്ധിമുട്ടായാൽ എന്നെ വിളിച്ചോ. അതെല്ലാ കാലത്തുള്ള മുഅ്മിന. ഇൻ അലൽ അർളി, ഭൂമിയിലില്ല ഒരു മുഅ്മിനുമില്ല അങ്ങനെയായിട്ടല്ലാതെ. അപ്പൊ എല്ലാ മുഅ്മിനും റസൂലുള്ളാഹിനെ വിളിക്കാം. ഇതുപോലെ ഉൽദുവാദം ആദമിന്റെ മക്കൾക്കൊക്കെ വിളിക്കാം എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ അപ്പൊ എല്ലാ കാലത്തേക്കുള്ള തെളിവാണ്. ഇനി അത് എല്ലാ കാലത്തേക്കും അല്ലെങ്കിൽ നിങ്ങളാ പറയേണ്ടത്. റസൂലിന്റെ കാലത്തേ ഉള്ളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതില്ല, രണ്ടും ചെയ്യാം. സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് പോകുമാവാം, അതേ സമയത്ത് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയുമാവാം. രണ്ടും ചെയ്യാം. ഒന്ന് ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങളാണ് പെടാക്കുടുക്കിൽ കുൾപ്പെട്ടുപോയത്. ഇല്ല, രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴികളില്ല. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും മസ്കറ്റിക്ക് വരണ്ടില്ലേ. സാരല്ല, നന്നായി കോളി സുന്നിയായിക്കോ മക്കളെ. എന്നാൽ ആ തലീകെട്ടിനൊരു അർത്ഥം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. എന്നെ വിളിച്ചോ. ആ ആയത്തും ഹദീസും ഈ മുഹമ്മദ് നിങ്ങൾ വായിച്ചേരണം. ഒരു സംഭവം മൂന്നാളുള്ള ഒരാള് ആ ഹദീസ് സഹിയാണെങ്കിൽ മൂന്നാളെയും ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആള് കാണണം എന്നെവിടെ ഉള്ളത്? അത് നിങ്ങൾക്ക് വായിക്കണം. നിങ്ങൾ നാവ് പറഞ്ഞു പറഞ്ഞാൽ പോരാ. ഒരാളെ കണ്ടാൽ തന്നെ മതി. ഇങ്കിത്താവ് പോയി. പിന്നെ അവിടെ ഉണ്ടോ? ഒരാൾ നേരെ പറഞ്ഞു കൊടുത്താൽ പോരെ. ഇങ്കിത്താറിന് എന്താ മനസ്സിലാക്കി? ഇത് നടക്കുമ്പോ ആ സംഭവം നടന്നു എന്ന് നേരെ കണ്ട് മനസ്സിലാക്കാൻ താല്പര്യമില്ലെന്നു. അങ്ങനെയല്ല, ആരെങ്കിലും ഒരാളെ കണ്ടാൽ തന്നെ ഇങ്കിത്താവ് മുറി. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് പാടി പഠിക്കാൻ നല്ലതാ. കാരണം എന്താ അറിയോ? മുടിയും പൊടിയായിട്ട് നിങ്ങളെ തട്ടിക്കൊണ്ട് നടക്കല്ലേ.
അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സ്തുതികളൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷെ ഒരു കാര്യം പഠിച്ചോ, ഞങ്ങൾ ചോദിച്ച 3 ചോദ്യങ്ങളുണ്ട് ഇവിടെ. ഒന്നാമത്തത് എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ, നിങ്ങൾക്ക് വിഷമം വന്നാൽ അതിൽ സബലീകരിക്കുന്നതിന് എന്നെ നിങ്ങൾ വിളിച്ചു തേടിക്കോളൂ എന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസില്ല. പിന്നെ ബദരീങ്ങളോട് സഹാബികൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. ആ സഹാബികൾ ബദരീങ്ങളോട് പ്രയാസം വന്നപ്പോ തേടിയോ? ഇല്ല. സഹാബികളുടെ തേട്ടം ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യന്മാർ, ഞാൻ ചോദിച്ചു, അവർക്ക് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായി. വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയോ? ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന് ചോദിച്ചു പെണ്ണ്. അതാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണു. എന്ത് പറഞ്ഞു? റസൂലുള്ള പറയാണ്, എന്റെ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് പോയിക്കോളൂ. അതാ കൃത്യമായിട്ട് ഞങ്ങൾ ചോദിച്ചത്. എവിടെ മറുപടി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാചകം, എന്നെ നിങ്ങൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ എന്റെ അടുത്ത് വന്നോളൂ, എന്നെ വിളിച്ച് സഹായം തേടിക്കോളൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. പിന്നെ എന്നില്ലേ, അസ്തജ്ബലക്കും മറക്കണ്ടാണ്. ആയി ഞങ്ങൾ മാർക്കൂല, ഞങ്ങളെ തലമണ്ട കടിക്കണ ആയത്താണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടക്കിടക്ക് ബേജാറ് വരുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ആശയം, ആ ആശയത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് പിൽക്കാലത്ത് ആരെ കൊണ്ടുവന്നാലും ശരി നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്ന് റസൂലുള്ള എവിടെ പറഞ്ഞു? പിന്നെ എന്നെ കുറെ വഴക്ക് പറഞ്ഞിട്ടോ, എന്നെ മസ്കത്തിലേക്ക് കൊണ്ടുവന്ന് എന്തിനാന്ന് ചോദിച്ചിട്ടോ, അതൊന്നും കാര്യമില്ല മോനെ, കൃത്യമായിട്ട് മറുപടി വാ, അപ്പോഴാ റെഡിയാകുക. ഒരാളെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്റെ തലയെക്കെട്ട് വല്ലാത്ത വിഷമുണ്ടല്ലേ, ഞാൻ തലയെക്കെട്ടിയോടെ നടക്കുന്നത് വല്ലാത്ത വിഷമുണ്ട്, നമുക്ക് കാണാം. അതാ നിങ്ങൾക്ക് കേരളത്തിൽ വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾ ചൊറിച്ചിലുണ്ട്, ആ ചൊറിച്ചിൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. പിന്നെ എല്ലാം ഓരോ വിഷയങ്ങളും ഞങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇനി അടുത്ത വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഈ 3 ചോദ്യങ്ങൾ. റസൂലുള്ള പറഞ്ഞ ഹദീസ് എവിടെ? എന്നെ വിളിച്ച് നിങ്ങളുടെ പ്രയാസം വന്നാൽ എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ചു തേടിക്കോളൂ എന്ന് റസൂലുള്ള പറഞ്ഞത് എവിടെ? ബദരീങ്ങളെ സ്വഹാബികൾ നിങ്ങൾ വിളിച്ചു തേടാറുണ്ടല്ലോ, ബദർ ദിനത്തിലും അല്ലാത്തപ്പോഴും. എവിടെ സഹാബികൾ ബദരീങ്ങളെ വിളിച്ചു തേടിയോ? ഹദീസാണ് ഉദ്ധരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കുറെ ഭാഷ്യങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അതൊന്നുമല്ല, കൃത്യമായ തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അങ്ങനെ ഇല്ല. പിന്നെ ഞങ്ങളുടെ കാര്യകാരണ ബന്ധം ഞാൻ ഇമാം റാസിയുടെയും ഇമാം നബവിയുടെയും വാചകം ഉദ്ധരിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞു 2 തരമുണ്ട്. ആ 2 തരം പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മറുപടി പറഞ്ഞു. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ അല്ലാഹ്. വളരെ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ഈ വാദപ്രതിവാദം ഇവിടെ സമാപിക്കുമ്പോ നമുക്ക് സന്തോഷത്തോടെ പറയാം, ഇവിടെ സുന്നത്ത് ജമാഅത്ത് അതിന്റെ ഇസ്സത്ത് തെളിയിച്ചിരിക്കുകയാണ്. ആരോ ഒരാൾ എഴുതി കൊടുത്തതാണ്. ഇനിയിപ്പോ മുടി പറഞ്ഞാലെങ്കിൽ നമുക്കൊന്ന് രക്ഷപ്പെടാലോ. എന്നാ ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഅർ മുബാറക്കിന്റെ പേരിൽ നിങ്ങൾക്ക് ഞങ്ങളെ ആക്ഷേപിക്കാം, പരിഹസിക്കാം, കളിയാക്കാം. പക്ഷേ ഞങ്ങൾ അതിന്റെ പേരിൽ അഭിമാനിക്കുന്നു. കാരണം ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് കാണുമ്പോ ഹബീബേ, ഇതാ അങ്ങയുടെ ശഅർ മുബാറക്കിനെ ആദരിച്ചതിന് ഇവർ ഞങ്ങളെ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോ അവിടത്തെ ഒരു നോട്ടം ഞങ്ങൾക്ക് കിട്ടിയാൽ അത് മതി ഞങ്ങൾക്ക്. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചോ, ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങളെ പണിയെടുക്കണം, അപ്പോഴേ നിങ്ങൾ മുജാഹിദാവുള്ളൂ. പിന്നെ നിങ്ങൾ ചിന്തിച്ചോ, തലയെക്കെട്ട് മൂപ്പര് കെട്ടിയ നമുക്ക് വശമുണ്ട്. അതുകൊണ്ട് ഈ പോയത്തം പറയുമ്പോൾ അവരിത് കെട്ടുമ്പോൾ മോശം തന്നെയാണ്. അതേ സ്വാഭാവികമാണ്. അത് ഇൽമുള്ളോല് കെട്ടേണ്ടതാണ്. കാര്യകാരണം ഒന്നും തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ഹദീസുണ്ടോ? ഹദീസുണ്ട്. ഹദീസല്ലേ പറഞ്ഞത്, മുസ്ലിമല്ലേ എന്നെ വിളിച്ച് തേടിക്കൊന്നുണ്ടോ? നിങ്ങൾ കടക്കണിയിൽപ്പെട്ട എന്നെ വിളിച്ചോ, ഞാൻ
ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രല്ല, ഇൻ അലൽ അർളി മിൻ മുഅ്മിനിൻ, എന്താ കിട്ടണം നിങ്ങൾക്ക്? ഭൂമിയിലുള്ള ഒരൊറ്റ മുഅ്മിനുമില്ല, അവർക്കൊക്കെ ഇങ്ങനെ തേടാം. ഞങ്ങളൊക്കെ ഭൂമിയിലുള്ള മുഅ്മിനാണ്, ഞങ്ങൾ തേടുന്നു യാ റസൂലല്ലാഹ്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലം മാത്രമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞു. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന താബിഈ 80 ദീനാർ കടം ഒരാൾ കൊടുത്തു. ആ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ഉടനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന താബിഈ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്നിട്ട് സഹായം തേടുന്നു. 80 ദീനാർ ഹബീബ് കൊടുക്കുന്നു. അപ്പൊ ഒരാൾക്ക് കടം വന്നാൽ എന്ത് ചെയ്യാറ്? 2 പണിയാണ്. അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാ? വേണമെങ്കിൽ പൈസ ചോദിക്കാം, ഓക്കെ, കുഴപ്പമില്ല, അത് പറ്റൂല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ആരെടുത്തും പോകാം. ഓഹോ റസൂലുള്ളാഹി, ശിർക്കാന്ന് പറഞ്ഞു കുടുങ്ങി പോകണ്ട, അതാ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ബദരീങ്ങളെ വിളിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ജാറത്തിൽ പോയി വിളിക്കുമെന്ന് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളുടെ മകളായ ഉമ്മു കുൽസൂം ബീവിയാണ്. അത് പറയപ്പെട്ടത് ആരോട്? ആയിഷ ബീവിയോടാണ്. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, 3 ആളുള്ള സംഭവത്തിൽ 3 ആളും കണ്ടാലേ ഇൻകിത്താവ് പോകുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളെ കണ്ടാ പോരെ? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് മതി എന്നാണ്. ഞാനും ഇപ്പൊ നമ്മൾ AP ഉസ്താദും വേറൊരു ഉസ്താദും കൂടി ഒരു കാര്യം ഉണ്ടായാല്, അപ്പൊ ഒരാൾ പറയാണ് AP ഉസ്താദിനെ കണ്ടിട്ടില്ല, എന്നെ കണ്ടാ പോരെ? ഞാൻ പറഞ്ഞു പോരെ, ഞങ്ങൾ 3 ആളും കൂടി ഉണ്ടായ സംഭവല്ലേ? ഇതൊക്കെ ചിന്തിച്ചാ തിരിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് AP ഉസ്താദ് കേൾക്കുമ്പോൾ വിഷമുണ്ടാവും, അത് സ്വാഭാവികമാണ്. അതിനൊന്നും ഇപ്പൊ മരുന്നില്ല. ഇസ്സത്ത് കൊടുക്കുമാറാകട്ടെ. AP ഉസ്താദിന്റെ ഈ ശക്തമായ പ്രബോധനമാണ് നിങ്ങളെ പിളർത്തിയത്, എട്ടാക്കിയത്, പൊട്ടിച്ചത്. 8ഉം 10ഉമായി വീണ് കിടക്കുന്ന നിങ്ങൾ ഇൻഷാ അല്ലാഹ് 4-5 കൊല്ലം കൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും. സംശയിക്കണ്ട. ഞങ്ങള് എവിടെ എത്തി? ബാലുശ്ശേരി പറഞ്ഞല്ലോ, 1 നൂറ്റാണ്ടിലേറെ ഭൗതിക പ്രസ്ഥാനത്തിന് ആയുസുണ്ടാവില്ല. ജീവിതത്തിൽ ഒറ്റ സത്യം മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം. അയൽവാസിയല്ലേ ബാലുശ്ശേരി? ഓർമ്മണ്ട്, നല്ല അയൽവാസിയെ മുപ്പർക്ക് കിട്ടിയുള്ളു. റഹ്മാനിക്ക് മുപ്പർ അയൽവാസിയാ, നല്ല അയൽവാസിയും കുഴപ്പമില്ല, മറ്റാളും കുഴപ്പമില്ല, ഒക്കെ കുഴപ്പമില്ല. ഹദീസില്ല, ഞങ്ങൾ ഫദ്ഊനി എന്നുള്ള ഹദീസല്ലേ പറഞ്ഞു കൊടുത്തത്, അല്ലേ? അത് ആരെ തലക്കാ കിട്ടിയത് ഇപ്പൊ ആളുകൾ കണ്ടല്ലോ. ഉദുവിനുണ്ടെങ്കിൽ ഞങ്ങൾ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. മുജാഹിദ് വിഭാഗവും സുന്നി വിഭാഗവും തമ്മിൽ നടന്ന സംവാദത്തിന്റെ 2 സെഷനുകളോട് പൂർത്തിയായിരിക്കുകയാണ്. വിഷയാവതരണവും അതുപോലെ ചോദ്യോത്തര സെഷനും. ഇനി ബാക്കിയുള്ളത് 10 മിനിറ്റ് വീതം 2 വിഭാഗത്തിനുള്ള അവലോകനത്തിനാണ്. അവലോകനത്തിനുള്ള ചാൻസ് നമ്മൾ നെറുക്കെടുപ്പിലൂടെ എടുക്കും. വ്യവസ്ഥ പ്രകാരം നെറുക്കെടുപ്പിലൂടെ എടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി തുടങ്ങാല്ലേ? ബ്രേക്കൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി 11:30 നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. മുജാഹിദ് വിഭാഗത്തിനാണ് അവലോകനത്തിനുള്ള ചാൻസ് ആദ്യം കിട്ടിയിരിക്കുന്നത്. 10 മിനിറ്റാണ് അവലോകനത്തിനുള്ള സമയം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥ പ്രകാരം അവലോകനം കഴിഞ്ഞാൽ മറ്റ് ചടങ്ങുകളൊന്നുമില്ല. അവലോകനം കഴിഞ്ഞ് മുജാഹിദ് വിഭാഗം എല്ലാവരും ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് വർത്തമാനം പറയുന്നത്. 10 മിനിറ്റ് മുജാഹിദ് വിഭാഗത്തിന്റെ അവലോകനം കഴിഞ്ഞ് അതിനുശേഷം 10 മിനിറ്റ് സുന്നി വിഭാഗത്തിന്റെ അവലോകനവും കഴിഞ്ഞാൽ മുജാഹിദ് വിഭാഗം സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതും സുന്നി വിഭാഗം അവിടെ ഇരിക്കേണ്ടതുമാണ്. ഈ എഴുന്നേറ്റ് പോകുന്നത് ഇവിടെ നിന്നും മധ്യസ്ഥന്റെ നിർദ്ദേശത്തിന് ശേഷം മാത്രമായിരിക്കണം. രണ്ടാമത്തേത്, എഴുന്നേറ്റ് പോയവർ ആരും തന്നെ ഇവിടെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. എല്ലാവരുടെയും കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്, ഇരുകൂട്ടരുടെയും കൈവശമുണ്ട്. നമ്മുടെ സുഗമമായ നടത്തം അൽഹംദുലില്ലാഹ് ഇതുവരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ആ യശസ് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അത് ഒരിക്കലും നമ്മൾ ഇനി നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. പ്രത്യേകിച്ച് നമ്മുടെ നാടല്ല, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് മുജാഹിദ് വിഭാഗത്തിന് 10 മിനിറ്റ് ഉള്ള അവലോകനത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു.
بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الحمد لله رب العالمين പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുദീർഘമായി നീണ്ട ചോദ്യോത്തര സെഷനുകളും വിഷയാവതരണങ്ങൾക്കും അവസാനം അവലോകനത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇവിടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്ന ആളുകൾ, ആ ആളുകൾക്ക് കൃത്യമായി ആ വിഷയത്തിലെ 3 ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനു മുമ്പ് കൃത്യമായ ഒരു വിഷയാവതരണമുണ്ടായി. വിഷയാവതരണത്തിൽ കൃത്യമായി ഞാൻ ആ ഓരോ പോയിന്റുകളും വിശദീകരിച്ചു. പക്ഷേ ആ വിശദീകരണത്തിലേക്ക് വരാൻ അവർക്ക് സാധിച്ചില്ല. ആദ്യം തന്നെ ജിന്നും മലക്കും എടുത്തുകൊണ്ടുവന്ന് അല്പമൊന്ന് തെറ്റിച്ചു കൊണ്ടുപോകാമെന്ന് ശ്രമിച്ചു. പക്ഷെ കൃത്യമായ പിടുത്തത്തിൽ അത് താഴെയിടേണ്ടി വന്നു. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആദർശം, ആ ആദർശത്തിനെതിരായി ഒരു തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങളുടെ പ്രയാസഘട്ടങ്ങൾ, വിഷമഘട്ടങ്ങൾ സഹായം തേടേണ്ടത്. സാധാരണ മനുഷ്യന്മാർ തമ്മിൽ നടത്തുന്ന, സൃഷ്ടികൾ തമ്മിൽ നടത്തുന്ന സഹായത്തോട്ടമല്ല. വിശദീകരിക്കപ്പെട്ടപ്പോൾ ഇബ്നു കസീർ, മഹാനായ ഇമാം റാസിയുടെയും മഹാനായ ഇമാം നബവി റഹിമഹുള്ളയുടെയും വിശദീകരണങ്ങൾ വായിച്ചു കൊടുത്തു. ആ വിശദീകരണത്തിൽ കൃത്യമായി 2 ഭാഗങ്ങളെയും വേർതിരിച്ചു തന്നു. പക്ഷേ പലപ്പോഴും സുന്നി പക്ഷം എന്നറിയപ്പെടുന്ന AP വിഭാഗം എന്നെ കളിയാക്കാനാണ് സമയം ശ്രമിച്ചത്. എന്റെ തലയെക്കെട്ട് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ, ആ പ്രയാസം ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ AP ഒന്ന് കുത്തിയത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാനാണ്. കാരണം നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാവും, കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഏർപ്പാടാ, അത് നഷ്ടപ്പെടാതിരിക്കാൻ പറ്റണം. അത് നഷ്ടപ്പെട്ട നിങ്ങൾക്ക് പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം വ്യക്തമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിവര്യന്മാർ, ഞാൻ എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രയാസമുണ്ടായി, മഴയില്ലാതെ പ്രയാസപ്പെടുന്നു. ആ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് തേടുന്നു. സ്വഹാബിവര്യന്മാർ അതെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമസ്കാരം നിർവഹിക്കുന്നു. മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്തും അങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ട്? ഏതു സമയത്തും വിളിച്ചു തേടപ്പെടാൻ പറ്റുന്ന ആള് റസൂലുള്ളയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് സഹാബത്ത് മഴയെ തേടി റസൂലുള്ളാഹിനോട്, പ്രവാചകരെ മഴയില്ല, ദുആ ചെയ്യണം. റസൂലുള്ളാഹി ദുആ ചെയ്തു, മഴ പെയ്തു. പക്ഷേ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സഹാബികൾ റസൂലുള്ളാഹി പഠിപ്പിച്ച ഇസ്തിസ്ഖാ നമസ്കാരം നിർവഹിച്ചു, അല്ലാഹുവിനോട് ദുആ ചെയ്തു. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയില്ല. അതിനാണ് മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യം ഉണ്ടായത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ ചെയ്തിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടണമെന്ന് സ്വഹാബികൾ പഠിച്ചോ? സ്വഹാബികൾ വിളിച്ചു തേടിയോ? സ്വഹാബികൾ അവിടെ പോയിരുന്നോ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ പറഞ്ഞു? ഇല്ല. നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് പ്രവാചകന്റെ പടയങ്കി പോലും ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആശയം ആദർശത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ജീവിക്കാൻ. അതേ സമയത്ത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിപ്പോകാൻ എന്തൊക്കെ പാറോലകൾ തെളിവായി കൊണ്ടുവന്നാലും അതൊന്നും തെളിവാവുകയില്ല. അത് ഖുർആനിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, സ്വഹീഹായ ഹദീസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തൊരു സ്വഹാബി വനിത വരുന്നു. അവർ പറഞ്ഞു, നബിയെ ഒരു കാര്യവും ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, പോയിട്ട് പിന്നീട് വരിക. അതാ സ്വഹാബിയുടെ വനിതയുടെ ചോദ്യം, നബിയെ ഞാൻ വരുമ്പോൾ നിങ്ങളെ കണ്ടെത്തിയില്ലെങ്കിലോ? അതെ, അതായത് ഉദ്ദേശിക്കുന്നത് മരണമാണ്. ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ ഞാൻ പിന്നെ എവിടെ പോകണം? റസൂലുള്ളാഹിന്റെ മറുപടി, അബൂ ഖുസ്ലാനത്ത് പോകണം. എന്തേ? ഞങ്ങളെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളെ ചോദ്യം കൃത്യമായിരുന്നു. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും എന്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറയാഞ്ഞത്? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ അബൂ ഖുസ്ലാൻ പോണോ വേണ്ടേ? അവിടെ പോകാം, ഇവിടെയും പോകാം എന്നല്ല, അവിടെ നിന്ന് കിട്ടൂല. അതൊരു നിഗമനം മാത്രമാണ്. അതേ സമയത്ത് റസൂലുള്ളാഹി വ്യക്തമായും പറഞ്ഞു കൊടുത്തു,
മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരും നബിയേ, എന്നാൽ അബൂബക്കർ സ്ഥാനത്ത് പോയിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ വളരെ കൃത്യമായി സ്വഹാബിമാരും അത് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്തിനിടയിൽ ധാരാളം വിഷമങ്ങൾ ഉണ്ടായി. പക്ഷേ ഒരിക്കൽ പോലും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ചോദിച്ചില്ല. ഉസാമ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും ഖബറിന്റെ അടുത്ത് പോയില്ല. അതുപോലെ ധാരാളം സംഭവങ്ങൾ എല്ലാവരും പോയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പഠിപ്പിച്ച ആദർശം അത് അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അത് അല്ലാഹുവിനോട് ചോദിക്കണം. സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടത് അവരോട് ചോദിക്കണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു ആദർശം പ്രവാചകൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അത് ചെയ്തതുമില്ല. അതേ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഹദീസുകൾ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. സ്വഹാബികൾ അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, എന്റെ അടുത്ത് വരണം, എന്റെ അടുത്ത് വന്ന് ചോദിക്കൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പോലും അത് മരണശേഷം ഉണ്ടെങ്കിൽ സ്വഹാബികൾ എല്ലാവരും നിരന്തരം അങ്ങോട്ടാ പോകേണ്ടത്. പക്ഷെ ഒരു സ്വഹാബിയും പോയതില്ല. സ്വഹാബിവര്യന്മാർ പോയി എന്ന് സ്വഹീഹായി തെളിയിക്കാൻ പറ്റുന്നില്ല. പിൽക്കാലത്താണ് സംഭവങ്ങളെ എടുത്തുദ്ധരിക്കാനല്ലാതെ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ, നമ്മുടെ ചോദ്യം വ്യക്തമായിരുന്നു, സ്വഹാബികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തുവോ? സ്വഹാബികൾ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് പോയോ? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയോ? ഇല്ല. ആ ഒരു സംഭവം ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും വിഷമങ്ങൾ ഉണ്ടായ സമയത്ത് അല്ലാഹുവിനോട് തേടുന്നു, അല്ലാഹുവേ നീയാണ്, നിന്റെ ദർബാർ വിശാലമാണല്ലോ, എന്നെ നീ സഹായിക്കണേ, എന്റെ ഹൃദയത്തിനുള്ളിലുള്ള അറിയുന്ന അല്ലാഹുവേ നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയില്ല? സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി? ഇല്ല, ഖബറിന്റെ അടുത്ത് പോയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതായിരുന്നു മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യം. പക്ഷെ അതിന് മറുപടി പറയാതെ എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടോ എന്റെ തലയെക്കെട്ടിനെ കളിയാക്കിയിട്ടോ കാര്യാവുകയില്ല, അത് തെളിവാവുകയില്ല. തെളിവ് ഈ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു. സ്വഹാബികൾ പോയിനോ? ബദരീങ്ങളെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ചു തേടില്ലേ? എവിടെ തെളിവ്? സ്വഹാബികൾ കൊണ്ടുവന്നോ എന്ന നമ്മുടെ ചോദ്യം. സ്വഹാബികൾ ആരെങ്കിലും ചെയ്തിരുന്നോ എന്നാണ് ചോദ്യം. സ്വഹാബികൾ ചെയ്തതായി ഖണ്ഡിതമായി തെളിയിക്കപ്പെട്ടില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിൽ അവർ ശക്തമായും നിലനിൽക്കുകയാണ്. മുജാഹിദ് പക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, ആ ആശയത്തിൽ ഒന്നിനെ പോലും തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വെറുതെ അങ്ങനാക്കി ഇങ്ങനാക്കി തകർത്തു തരിപ്പണാക്കി എന്നൊക്കെ പറയാം. അത് നിങ്ങളുടെ സ്ഥിരം ഡയലോഗ്. ആ ഡയലോഗ് അവിടെ ഒതുങ്ങുന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം അതിശക്തമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിവര്യന്മാർ ആരെങ്കിലും ചെയ്തോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ചു തേടിക്കോളൂ എന്ന് പറഞ്ഞതുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ആയത്തുകൾ ഉദ്ധരിച്ചതും ആ ആയത്തുകൾ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നതും എല്ലാം അല്ലാഹു അല്ലാത്തവരോട് തേടണമെന്ന് ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്തൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ മഹാനായ, നേരത്തെ ഞാൻ പറഞ്ഞു തൊട്ടിട്ടില്ല, അതെ പിന്നെ അബ്ദുൽ ഹാദി അദ്ദേഹം അതാ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ചോദിച്ചു സുബിക്കിയോട്, എവിടെ സ്വഹാബികൾ ചെയ്തതിന്റെ തെളിവ്? പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ശുദ്ധമായ ഒരു ആദർശം, ആ ആദർശം അല്ലാഹുവിനോട് തേടേണ്ടത്, അതെ അല്ലാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്നത് അല്ലാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്തവരോട് തേടരുത്. ഈ ആദർശമാണ് അമ്പിയാക്കൾ പഠിപ്പിച്ചത്, പ്രവാചകന്റെ സ്വഹാബിവര്യന്മാർ മനസ്സിലാക്കിയത്, താബിഈങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഓരോരുത്തരും അത് വ്യക്തമായി ജനങ്ങളോട് പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, വളരെ വ്യക്തമായി തന്നെ ആ വിഷയം ജനങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം പ്രജ്ഞാബദ്ധമാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞങ്ങളെ ജിന്നൂരി എന്ന് പറയുന്ന കുടൂരികളായ നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഖബറാരാധനയെ ശക്തമായി ഞങ്ങൾ തകർക്കുക തന്നെ ചെയ്യും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു കുട്ടിയെങ്കിലും ജിന്നെ കാക്കണേ, ശൈത്താനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതായി ഒരാൾക്കും പറയാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, അത് ആരോപണം മാത്രമാണെന്ന് കേരളത്തിലുടനീളം ഞങ്ങൾ പറഞ്ഞു. അതേസമയത്ത് കൊണ്ടുവരുന്ന വാറോലയാവട്ടെ, ഇസ്ലാമിൽ പറയപ്പെട്ട ഒരു വാചകത്തെ അടർത്തിയെടുത്തിട്ട് അതിന്റെ മേൽഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. മലക്ക് നേരിട്ട് വന്നാൽ കൂടിയും ആ മലക്ക് ജിബ്രീലെ എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് ശക്തമായി ഇതേ ഇസ്ലാമിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനതാ പറഞ്ഞത്, ജിന്നുകളോട് തേടൽ ശിർക്കാണോ? അല്ലേ, ഇരിക്കാൻ നമുക്ക് ഇതിന് ശേഷം സംവാദം തയ്യാറാകാൻ നമ്മൾ റെഡിയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് നൗഷാദ് അശ്വനിയാണോ വേറെ ആരായാലും ഞങ്ങൾ കുഴപ്പമില്ല.
ലൈനിൽ ഇരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞ ആശയം വളരെ കൃത്യമാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ അത് ശിർക്ക് തന്നെയാണെന്നതിൽ സംശയമില്ല. കാരണം അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ എന്തെങ്കിലും ഒന്നിൽ അല്ലാഹു അല്ലാത്തവരെ പങ്കുചേർത്താൽ അത് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതുകൊണ്ട് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. സംവാദം പൂർണ്ണമായി കഴിഞ്ഞ് നമ്മൾ നേരത്തെ വ്യവസ്ഥ എഴുതിയത് പ്രകാരം വളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡോഴ്സ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ ഒരു നമ്മുടെ സംവാദം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം തന്നെയായിരിക്കണം. അതുകൊണ്ട് അവലോകനം കഴിഞ്ഞ് ഇവിടെ നിന്നും മധ്യസ്ഥന്മാർ പറയുമ്പോൾ മാത്രമേ ഡോറ് തുറക്കാനും പാടുള്ളൂ. ആദ്യം നേതാക്കന്മാർ, വേദിയിലുള്ള നേതാക്കന്മാർ, ഇരുപക്ഷത്തുമുള്ള നേതാക്കന്മാർ ആദ്യം പുറത്തു പോകുന്നതും പിന്നീട് മുജാഹിദ് വിഭാഗത്തിൽ ശ്രോതാക്കളായി വന്നിട്ടുള്ള ആളുകൾ പുറത്തു പോകേണ്ടതും പിന്നീട് സുന്നി വിഭാഗത്തിന്റെ ആളുകൾ പുറത്തു പോകേണ്ടതുമാണ്. നേരത്തെ പറഞ്ഞത് പൂർണ്ണമായും എല്ലാവരും അനുസരിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. മാത്രവുമല്ല നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂസ് വളരെ പ്രധാനമാണ് എന്നുകൂടെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ അല്ലാഹ്. ഒരുപാട് ശുക്ർ. അല്ലാഹ്